ഇനിയിപ്പോ ആരും വരുന്നത് നമ്മൾ നോക്കണ്ട, നമുക്ക് കളി തുടങ്ങാം. നീ ആ പോലീസുകാരുടെ വീട്ടിലെ മരം മുറിച്ചെന്ന് പറഞ്ഞു. മാവ് ഒന്നും പറയണ്ട. ഒരു ദിവസം ഈ പോലീസുകാരെ എന്നെ വിളിച്ച് ആട്ടിയ മാവ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അവരെ വടക്കേപ്പുറത്തൊരു മാവ് വെപ്പില്ലയോ. ഇതിനകത്ത് പണ്ട് ഞാൻ മാങ്ങ മുറിക്കാൻ കയറിയപ്പോ എന്നെ പുഴു ആട്ടിയിട്ടുള്ള. അപ്പൊ ആട്ടിയ മാവ് ഇതാന്നും വിചാരിച്ചു ഞാൻ പോയി മുറിപ്പുകാരെയും വിളിച്ചുകൊണ്ടുപോയി മുറിപ്പിച്ച് റോളിൽ കയറ്റി അവിടെ കൊണ്ടുവന്നപ്പോ അവര് പറയുക ഇതല്ല ആട്ടിയ മാവ്. പിറ്റേന്ന് ദോശ ഇടാനുള്ള മാവ് പാക്കറ്റിൽ കടയിൽ കിട്ടും പോലും. ഇതുമല്ലോ ഞാനറിയില്ലോ. പിന്നെ നീ മാവ് എന്താ ഏത് പിന്നെ എന്തായാലും മുറിച്ചില്ലയോ, അത് അവിടെ കിടന്നോട്ടെന്ന് പറഞ്ഞു. അവരപ്പൊ സുഖമില്ലാതെ കിടക്കുവാണല്ലോ, കൊള്ളി വയ്ക്കാൻ എടുക്കാന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഉണ്ടല്ലോ പറഞ്ഞു തീർന്നത് ഒരു ശബ്ദവും 7 നക്ഷത്രങ്ങളും. 7 ദിവസം കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോ ഞാൻ ആശുപത്രിയില്ല. അപ്പൊ ജീവനില്ലായിരുന്നു അവിടെ? ജീവനുണ്ട്, ജീവനിപ്പോഴും ഉണ്ട്. അല്ല, കൊച്ചുമോൻ ജീവനില്ലായിരുന്നു. അവൻ പട്ടാളത്തിലില്ല. നിന്റെ ഭാഗ്യം അവൻ നിന്റെ ജീവൻ എടുത്തേനാ. നിന്റെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലേ? ഏത് നമ്പറിലാണ് വിളിച്ചത്? 9856. ഞാനത് കാശ് കൊടുക്കാനുള്ളവർക്ക് കൊടുക്കുന്ന നമ്പർ ഇല്ലയോ, അത് വിളിച്ചാൽ കിട്ടുമോ? നീ മൊത്തം നമ്പർ തന്നെ, വേറെ നമ്പർ ഉണ്ടോ നിന്റെ? നമ്പർ ഉണ്ട്. ഏതവനാടാ ബിരിയാണി റെഡി? നീ എവന്റെ കുറവൂടെ ഉള്ളു. എടായിരുന്നു അറിയാ നേരത്തെ വന്നായിരുന്നോ? പിന്നെ എന്നാ ചീട്ടിടെ ഞാൻ തത്തയോ പിന്നെ സുരേഷ് വന്നില്ലേ? സുരേഷ് പണിക്ക് പോയി. സുരേഷ് പണിക്ക് പോയാ? ഇവ ഒരു കാലത്തും നന്നാവത്തില്ല. ഇവനൊന്നും വേറെ ഒരു ജോലി ഇല്ലേ? ജോലി ഇല്ലാത്തോണ്ട് അവൻ പണിക്ക് പോകുന്നത്. ഞായറാഴ്ച പോകുന്നുണ്ട് അവൻ. ഇത്ര നേരം ഇന്നലെ ഇയാളെവിടെ ആയിരുന്നു? ഞാന് ഇതിന് പോയിരുന്നേ. ഏതിന് പോയിരുന്നു? തീറ്റി വാങ്ങാൻ പോയിരുന്നു. എനിക്ക് എപ്പോഴും തീറ്റയുടെ ചിന്തയേ ഉള്ളൂ. ചൂണ്ടയ്ക്ക് തീറ്റി വാങ്ങാൻ പോയിരുന്നു. ചൂണ്ട എന്നും അല്ല അളിയാ തീറ്റി തിന്നാൻ തുടങ്ങിയത്. എടേ, ചൂണ്ടയില് തീറ്റി ഇട്ടാലേ മീൻ കൊത്തത്തുള്ളൂ. ചൂണ്ട ഇട്ട് മീൻ പിടിക്കാൻ പോയി, അങ്ങനെ പറ. കിട്ടി ചന്തയിന്ന്. അതേ മീനൊക്കെ മനസ്സിലായി ഇത് ചൂണ്ടയാന്ന്. മീൻ അളിയനെ കഴിഞ്ഞ ഐഡിയ ഉണ്ട്. അതുകൊണ്ട് അവർ അത്താഴത്തിന് ഉച്ചയ്ക്ക് ഉള്ളതെല്ലാം അടിച്ചോണ്ട് അങ്ങ് പോയി. എടേ, ബസ്സുണ്ടോ? ബസ്സോ? 8:05 പോയി, ഇനി 12:00 ഉള്ളു. എടാ അതല്ലടാ ചെവിക്കത്തി കിട്ടുമ്പോ ബസ്. എന്തുവാടെ ഇയാള് പറയുന്നത്? കർണാടക കൊച്ചോട്ടൻ മരണപ്പെട്ടപ്പോ പെട്ടി വാങ്ങാൻ നിന്റെ കാശ് തന്നു വിട്ടല്ലോടാ. അതെ, കൊച്ചാട്ടിന് ചേരുന്ന പെട്ടിയൊന്നും അവിടെ ഇല്ലായിരുന്നു. 12 മണിക്കല്ലേ അടക്കം പറഞ്ഞിരുന്നേ. അവരവിടെ അടക്കം പറഞ്ഞ എവിടെയെന്ന് ഞാൻ അങ്ങനെ ആക്കാൻ. എന്റെ കയ്യിൽ അവര് സമയത്തിന് അടക്കം നടത്തി. നീ അങ്ങോട്ട് ഇന്ന് കയറിയാലേ ഓരോ അടക്കം കൂടെ അവർക്ക് നടത്തേണ്ടി വരും. അങ്ങനെ നോക്കിയാൽ ഒരു വഴിക്ക് കൂടെ വീട്ടിൽ പോകാനൊക്കത്തില്ല. ഹെലികോപ്റ്ററിൽ പോയി കയറി കെട്ടി തൂങ്ങി. ചിലപ്പോ അവര് കയറി കെട്ടി തൂക്കും. നീ എന്തെല്ലാം പ്രശ്നം ഇവിടെ ഉണ്ടാക്കിയിട്ട് പോയത്? എന്താ പ്രശ്നം? വെട്ടിപ്പ്, തട്ടിപ്പ്, ഉടായ്പ്, അവസാനം നാക്കെടുത്ത കള്ളത്തിലു. പേരെന്തുവാ? സത്യം. അത് വേറിട്ടാരോ കുഴപ്പം. എന്താ പറഞ്ഞാലും 4 കാലിൽ അങ്ങ് വീണേക്കണം. 4 കാലി വീഴുന്നവരെ നാട്ടുകാർ തല്ലിക്കൂട്ടി 8 കാലി ആക്കാന്ന് നോക്കും. അത് പോട്ട് ഇതിന് തലവേന മാറിയോ? പിന്നെ അവളൊന്നും അവളെ വീട്ടിലാ പിണങ്ങി പോയതാ. അതെ അതല്ല, നീ തലവേനെന്ന് പറഞ്ഞില്ല ഇവിടെ നിന്ന് പോയത്. ആ തലവേന മാറിയോ എന്നാ ചോദിച്ചത്. ആദ്യം ഇച്ചിരി ബാം പുരട്ടി ഇപ്പൊ പോയില്ലേ? ബാബു പൊട്ടുമ്പോ പിന്നെ തലവേന എങ്ങനെ മാറുന്നത്? ബാബു പുരട്ടി എന്നല്ല, ബാം തലവേനയ്ക്കുള്ള കുഴമ്പ്. ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിലേ പള്ളിക്കൂടത്തിൽ പറഞ്ഞു വിടുമ്പോ പറഞ്ഞ് അവന്റെ ചവിട്ടി പോയി നിൽക്കാതെ അങ്ങ് പള്ളിക്കൂടത്തിൽ കിട്ടും. തൊപ്പി പിന്നെ കൊടുക്കാം. എന്താ മോനെ? ഇവിടെ ഞാനൊരു അത്യാവശ്യ കാര്യമായിട്ട് ഇരിക്കുക. നീ വെച്ചിട്ട് പോയേ. എന്റെ മോന്റെ പ്രായമേ ഉള്ളൂ. ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ വർത്താനം കേട്ടോ. എന്തുവാ? അവനെ അടി കൊടുക്കട്ടെ. അടി പോയി അടിക്കാൻ എന്തോ കാര്യം പറ. എന്നെ പണിക്ക് വിളിക്കുന്നറിയാ വൃത്തികെട്ടവന്. അവന്റെ ജീവിതത്തിൽ അവൻ നന്നാവത്തില്ല. അല്ലേ? ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇവൻ എന്തിനല്ലെങ്കിൽ ഇനിയിപ്പോ പണിക്ക് പോകുന്നത്? എവത്തെ പെണ്ണുമ്പോൾ ഒരുത്തനുമായിട്ട് ഒളിച്ചോടി പോയില്ലേ? പരദൂഷണം പറയാറ്. പരദൂഷണമല്ലെന്ന് സത്യം. 2 ആഴ്ചയായി. അതായത് യവനെ കുറെ നാള് പുറത്തായിരുന്നല്ലോ. ആരെയും പുറത്തല്ല, വെളിയിലായിരുന്നല്ലോ. ഈ സമയത്ത് യവന്റെ വീട്ടിന്റെ അയലത്തൊരു പയ്യൻ വന്ന് താമസം ഉണ്ടായിരുന്നു. ആ പയ്യനും ഈ പെണ്ണും കൂടെ എന്റെ മടിയിലോട്ട് കയറിയില്ലേ, അങ്ങോട്ട് മാറിയിരുന്നേ. രാവിലെ നടക്കാൻ പോകുമായിരുന്നു. അങ്ങനെ നടന്ന് അങ്ങ് ഓട്ടുമായി. അങ്ങനെ ഓടി യവൻ എവളോടെ ഒളിച്ചോടി പോയി. അപ്പൊ പിടിച്ചോന്ന് ഞാൻ കണ്ടില്ല. എന്റെ ഫോണ്. നിന്റെ 2ാം ഭാര്യയെ വിളിക്കുന്നു. 2ാം ഭാര്യ? അങ്ങനെ ഭാര്യ എന്നെ കൊണ്ടു. ഇത് വൈഫ് ഇട്ടു, അവളുടെ 2ാമത്തെ സിമ്മിന്ന് വിളിക്കുന്നത്. കുടുംബകലഹം ഉണ്ടാക്കുമല്ലേ? ഹലോ എടി സുല്ലു, നീ എന്നെ ഇങ്ങനെ ഇടന്ന് വിളിക്കല്ലേ. എടി കൊച്ചിന് സുഖമില്ലേ, നീ ആശുപത്രി കൊണ്ടുപോടിയതിനെ എന്നോടാന്ന് വിളിച്ചു പറയുന്നേ. അല്ലേ
അവള് തൊഴിലുറപ്പിന് പോയി വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കുന്നു. എന്നിട്ട് ഞാനൊന്നും പറയാൻ പോകുന്നില്ല. എല്ലാ ജോലിയും അവള് ചെയ്യുന്നു. ഞാൻ അവളെ ഒന്നും സംസാരിക്കാനൊന്നും പോകത്തില്ല. അവൾക്ക് കൊച്ചിന് സുഖമില്ല. അവൾക്ക് ആശുപത്രി കൊണ്ടുപോയിക്കൂടെ? എന്നെ കൊണ്ടുപോയിക്കൂടെ? അല്ല, അവർ ആശുപത്രി പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട്. എനിക്ക് ഉച്ചയ്ക്ക് ആര് ചോറ് വിളമ്പിത്തരും? അത് ന്യായമായ കാര്യം. നിനക്ക് തിന്നാനുള്ള ചോറും വെള്ളവും സുഖമില്ലാത്ത കൊച്ചിനായിട്ട് വീരത്ത് ഇങ്ങോട്ട് വരാൻ പറ. അത് ശരിയാ, അതാ വിളിച്ചു പറയാ. പോടാ അവിടെ ചീട്ട് കളിക്കുന്ന കൊച്ചും തള്ളയും വരുന്നത്. എനിക്ക് വിശപ്പെട്ട വിശപ്പ് എനിക്കുണ്ട്. എനിക്ക് വിശപ്പണ്ട. നമുക്ക് 3 പേർക്ക് വയറ് നിറച്ച ആഹാരവും കിടക്കാനുള്ള സൗകര്യവും റോഡല്ല അവര് തരും. പോലീസും